ചെന്താമര വിറ്റ ഒരു ഫോണാണ് ഓണായിരിക്കുന്നത്. അത് കോഴിക്കോട് തിരുവമ്പാടിയിൽ വെച്ചാണ് ഓണായതായിട്ട് പോലീസ് പറയുന്നത്. ഏതായാലും ഇയാൾ നേരത്തെ ഈ കോഴിക്കോടിലെ തന്നെ തിരുവമ്പാടിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും പോലീസിൻ്റെ അന്വേഷണം തിരച്ചിൽ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം പാലക്കാട് ജില്ലാ പോലീസ് മേധാവി എന്താണ് ഇതുവരെയുള്ള ഈ പോലീസിൻ്റെ പരിശോധനയുടെ അപ്ഡേറ്റ്സ് എന്നുള്ളത് മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ വ്യാപകമായ രീതിയിലുള്ള തിരച്ചിൽ പോലീസ് നടത്തിയിട്ടുണ്ട്. 100-ലേറെ പോലീസുകാരാണ് തിരച്ചിലിനായിട്ടുള്ളത്. 60-ലേറെ നാട്ടുകാരും പരിശോധനയ്ക്കായി രംഗത്തുണ്ട്. അതിൽ ഇന്ന് പ്രധാനമായിട്ടും പോലീസ് തിരച്ചിൽ നടത്തിയത് ഈ ചെന്താമര കടന്നിരിക്കാൻ സാധ്യതയുള്ള ആ ഒരു മല, അതുപോലെ തന്നെ ആ പ്രദേശത്തെ പൂട്ടിക്കിടക്കുന്ന വീടുകളും മറ്റും കേന്ദ്രീകരിച്ച്, മറ്റൊന്ന് ജലാശയങ്ങൾ കേന്ദ്രീകരിച്ച്, ഇങ്ങനെ 3 ഭാഗങ്ങളിലാണ് പരിശോധന നടത്തിയത്. ഇതിൽ ഈ ജലാശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ ഒരു കുളം, ഒരു പാറമട, ഒരു കിണർ എന്നിവിടങ്ങളിലൊക്കെ തിരച്ചിൽ നടത്തി. പക്ഷേ ആ തിരച്ചിലിൽ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ എത്തിയാണ് തിരച്ചിൽ നടത്തിയത്. ആ തിരച്ചിലിൽ ഈ ചെന്താമരയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഉള്ളതാണ്. ചെന്താമര ഈ വിഷക്കുപ്പി ചെന്താമരയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടെയാണ് ജലാശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ പോലീസ് നടത്തിയതെന്നുള്ളതാണ്. അതേസമയം തന്നെ മറ്റിടങ്ങളിലുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നെന്മാറ MLA കെ ബാബു പറഞ്ഞത് ഈ ചെന്താമര ലോറി ഡ്രൈവറായിരുന്നു, നാഷണൽ പെർമിറ്റുള്ള ഒരു ലോറിയിലെ ഡ്രൈവറായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പല ഊടുവഴികളും മറ്റുമൊക്കെ അറിയുന്ന വ്യക്തിയാണ്. ആ സാഹചര്യത്തിൽ ഇയാൾ ഈ നെന്മാറ ഭാഗത്തു നിന്ന്, പോത്തുണ്ടി ഭാഗത്തു നിന്ന് മറ്റെവിടേക്കെങ്കിലും കളഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യത അത് തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തിരുപ്പൂരിൽ പരിശോധന നിർത്തിവെച്ചു എന്നതല്ലെങ്കിൽ അത് വേണ്ട അവസാനിപ്പിച്ചു എന്നുള്ളതായിരുന്നു. തുടരുക. ഇപ്പോൾ ചില നിർണായകമായ വിവരങ്ങൾ നമ്മുടെ മുന്നിൽ എത്തുന്നുണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ ചേരുകയാണ് വിവരങ്ങളുമായി. ഗോകുൽ, ഈ ചെന്താമരയുടെ സിം ഓണായതായി ചില സൂചനകൾ വരുന്നുണ്ടല്ലോ, എവിടെ വെച്ചാണ് ഇത്തരത്തിൽ ഫോൺ ഓണായത്? ഈ കോഴിക്കോട് തിരുവമ്പാടിയിൽ വെച്ചിട്ടാണ് ചെന്താമര ഉപയോഗിച്ചിരുന്ന ഫോൺ ഓണായതായിട്ടുള്ള വിവരം ലഭിച്ചിരുന്നത്. അല്പസമയം മാത്രമായിരുന്നു ഈ ഫോൺ പ്രവർത്തിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സ്പെഷ്യൽ ബ്രാഞ്ചുമായും തിരുവമ്പാടി പോലീസുമായും ബന്ധപ്പെടുന്ന സമയത്ത് പല സംഘങ്ങളായിട്ട് തിരുവമ്പാടിയിലെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പരിശോധന നടത്തുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ തിരുവമ്പാടിയിലെ വിവിധ സ്ഥലങ്ങളിൽ സെക്യൂരിറ്റിയായി അദ്ദേഹം ജോലി ചെയ്തിരുന്നതായി മനസ്സിലാക്കുന്നു. കൂടുതൽ പരിശോധനകളിലേക്ക് ഇപ്പോൾ പോലീസ് കടക്കുകയാണ്. ഇത്തരത്തിലൊരു കൊലപാതകം നടന്ന് 24 മണിക്കൂർ പിന്നിട്ടതിന് ശേഷവും പോലീസിനെ ഇദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. ജില്ല ഉൾപ്പെടെ കടന്നിട്ട് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു വിവരം പുറത്തു വന്നിട്ടുള്ളത്. ചെന്താമര വിറ്റ ഫോണാണ് എന്ന് പറയപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരിച്ച വിവരം ലഭ്യമല്ല. തിരുവമ്പാടി CI ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തിരുവമ്പാടിയിലെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നത്. നിരവധി നാളുകളായിട്ട് ഇദ്ദേഹം ഇവിടെ ജോലി ചെയ്തു എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനെ സംബന്ധിച്ചും കൃത്യമായ ഒരു വിവരം പോലീസിൽ നിന്ന് ലഭ്യമല്ല. അവർ ആ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു ലീഡിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ അത് ചെന്താമര വിറ്റ ഫോണാണോ എന്ന സംശയത്തിലേക്ക് കൂടെ പോലീസുകാർ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. ചെന്താമര ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണാണോ എന്നതിൽ ഉറപ്പ് അവർ പറയുന്നില്ല. ഒരുപക്ഷെ അത് വിറ്റതായിരിക്കാം, മറ്റാരെങ്കിലും വിറ്റ ഫോൺ ഓണാക്കിയതായിരിക്കാം എന്നൊരു സംശയവും കൂടെ പറയുന്നുണ്ട്. ആ കാര്യത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ 2-3 സ്ക്വാഡുകളായിട്ട് തിരിഞ്ഞിട്ട് പല കേന്ദ്രങ്ങളായി പരിശോധന നടത്തുന്നു എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് ഉൾപ്പെടെ നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി ഗോകുൽ, വിവരങ്ങൾ സമാഹരിക്കുക. അരുൺ ആലത്തൂർ, ഇപ്പോൾ ഗോകുൽ നൽകിയ വിവരമനുസരിച്ച് കോഴിക്കോടേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. അവിടെ തിരുവമ്പാടി ഭാഗത്ത് വെച്ചാണ് ഈ ഫോൺ ഓണായതായി പറയുന്നത് എന്നാണ് ഇപ്പോൾ ഗോകുൽ റിപ്പോർട്ട് ചെയ്യുന്നത്. നോക്കുക, ആ ദൃശ്യങ്ങളിലെല്ലാം നമുക്ക് കാണാം അവിടെ സകല കുളങ്ങളിലും കാടുകളിലും എല്ലാം വലിയ രീതിയിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. പക്ഷേ ഒരു തുമ്പും കണ്ടെത്താനായിട്ടില്ല എന്നതാണ് ഖേദകരം. തീർച്ചയായും ഈ കൊലപാതകം നാടിനെ നടുക്കിയ ഈ അരും കൊല നടന്ന് 24 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. എന്നിട്ടും പോലീസിന് ഇതുവരെയും മറ്റ് ലീഡുകളൊന്നും ഇതുവരെ ലഭിച്ചതായിട്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ അറിയിച്ചിട്ടില്ല. അതേതായാലും പോലീസിന് ഇതിൽ ഒരു തുമ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആകെ പോലീസിൻ്റെ മുൻപിൽ ഉള്ളത് ഈ നാഷണൽ പെർമിറ്റ് ലോറിയിൽ ഉൾപ്പെടെ ഡ്രൈവറായിരുന്ന വ്യക്തിയാണ് ചെന്താമര എന്നുള്ളത് കൊണ്ട് തന്നെ ചെന്താമരയ്ക്ക് എല്ലാ വഴികളും അറിയാം, എല്ലാ ഊടുവഴികളും അറിയാം. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും വിദഗ്ധമായി കൊലപാതകം നടത്തിയതിനു ശേഷം
വ്യക്തമായി കടന്നു കളഞ്ഞ് രക്ഷപ്പെട്ടതായിരിക്കാം എന്ന തരത്തിലാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ആദ്യം ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെയേറെ എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞത്. കാരണം നേരത്തെ 2019 നടത്തിയ കൊലപാതക സമയത്തും സമാന രീതിയിലായിരുന്നു. സജിതയെ കൊലപ്പെടുത്തിയതിന് ശേഷം ആ കൊടുവാൾ വീടിനകത്തേക്ക് കൊണ്ടുപോയി വെച്ച് പിന്നെ അവിടെ നിന്നും വസ്ത്രങ്ങൾ വീട്ടിൽ കൂട്ടിയിട്ട് കത്തിക്കുകയും പിന്നീട് ആ ഭാഗത്തു നിന്നും നേരെ തൊട്ടടുത്ത ഭാഗത്തുള്ള മലയിലേക്ക് പോവുകയും ആ മലയിൽ 2 ദിവസം കഴിച്ചുകൂട്ടി ആ 2 ദിവസം അവിടെ വെള്ളവും ഭക്ഷണവും ഒന്നും കിട്ടാതായപ്പോഴാണ് പ്രതി താഴേക്ക് ഇറങ്ങി വരികയും പോലീസിന്റെ പിടിയിലാവുകയും ഒക്കെ ചെയ്തിരുന്നത് 2019. ഏതായാലും ഇപ്പോഴും അതേ സമാന രീതിയിലുള്ള ഒരു പാറ്റേൺ ഇയാൾ പിന്തുടർന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്തരത്തിലൊരു സൈക്കോ കൊടും ക്രിമിനൽ ആയതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പാറ്റേൺ വീണ്ടും ആവർത്തിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മാത്രമായിരുന്നു പോലീസിന്റെ മുന്നിൽ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ഈ പരിശോധനയ്ക്ക് ഇന്നലെയൊക്കെ നടത്തുന്നതിന് മുൻപിലുണ്ടായിരുന്ന പോലീസിനുണ്ടായിരുന്ന മാനദണ്ഡം. ഇപ്പോഴേതായാലും പോലീസ് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ കൂടെ പ്രധാനമായിട്ടും ഈ പുറത്തേക്ക് കടന്നു കളയാനുള്ള സാധ്യത ഏറെ ഉണ്ട്. ഈ നാഷണൽ പെർമിറ്റിലെ ലോറിയിലെ ഡ്രൈവറായിരുന്നു. മാത്രമല്ല വാളയാറിലുള്ള വടക്കഞ്ചേരിയിലുള്ള ടോൾ പ്ലാസയിൽ ഇയാൾ പ്രവർത്തിച്ചിരുന്നതായിട്ടും പറയുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ കാണുന്നതിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണ്, ഇതിലുള്ള അപ്ഡേറ്റ് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം ഇത്രയും നാടിനെ നടുക്കിയ ഈ കൊലപാതകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ ഒരു ലീഡ് പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? പോലീസിൻ്റെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് അപ്ഡേറ്റ്? ഇതിൽ നമുക്ക് ഇപ്പോൾ ഓൾറെഡി ടീം പുറത്തുണ്ട്. മഴ ഭാഗം ഞങ്ങൾ ആദ്യമായിട്ട് ഇപ്പോൾ എല്ലാം കംപ്ലീറ്റ്ലി പരിശോധിക്കാൻ വേണ്ടി ഇപ്പോൾ നോക്കുന്നുണ്ട്. ഏകദേശം ആ സ്ഥലം ഏകദേശം പൂർത്തിയായി. ഇപ്പോൾ കുറച്ച് ഭാഗം ബാക്കിയാണ്. ടീം വീണ്ടും അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാനൊരു റിവ്യൂ ആണ് എടുത്തത്. ഇപ്പോൾ അന്വേഷണം സിറ്റുവേഷൻ ഉണ്ട്. മെയിൻലി ഇയാൾ എവിടെയാണ്, കാരണം ഈ വീട്ടിലിനെ നമുക്ക് ഒരു വിഷക്കുപ്പി കൂടിയാണ് കിട്ടിയത്. സോ ആ സൂസൈഡിൻ്റെ ആംഗിൾ ഞങ്ങളിപ്പോൾ ഒഴിവാക്കുന്നില്ല. ആ ആംഗിൾ കൂടി കൺസിഡർ ചെയ്തിട്ട് എല്ലാം സ്ഥലങ്ങൾ നോക്കുന്നുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചിട്ട് ആ സ്ഥലങ്ങൾ ഞങ്ങൾ സ്കാൻ ചെയ്തിട്ട് നോക്കി, പക്ഷേ അതിൽ ഒന്നും കിട്ടിയിട്ടില്ല. കഡാവർ ഡോഗ് കൂടി ഞങ്ങൾ നാളെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. നാളെ ചിലപ്പോൾ കഡാവർ ഡോഗ് ഉപയോഗിച്ചിട്ട് ആ ഏരിയ വീണ്ടും നമുക്ക് സെർച്ച് ചെയ്തിട്ട് നോക്കാം. രാത്രി സമയത്ത് അവിടെ ഈ പോലീസ് പ്രസൻസ് കൃത്യമായിട്ടുണ്ടാവും. കാരണം നാട്ടുകാർക്ക് ഒരു ചെറിയ സംശയമാണ്, ചെറിയ പേടിയാണ്. സോ അത് ഒരു സ്കീം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പോലീസ് പാർട്ടി കംപ്ലീറ്റ്ലി ആ സ്ഥലത്തിൽ നിയോഗിക്കാൻ പോകുന്നുണ്ട്. ഈ കാര്യമാണ് 2-3 ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. പാലക്കാടിൽ കണ്ടു, മറ്റ് സ്ഥലത്തിൽ കണ്ടു. പക്ഷേ അത് നമുക്ക് എല്ലാം പരിശോധിച്ചിട്ട് നോക്കി, എവിടേക്കും കിട്ടിയിട്ടില്ല. കംപ്ലീറ്റ് അൺവെരിഫൈഡ് ഇൻഫർമേഷൻ ആയിരുന്നു. മറ്റ് ഇയാളുടെ CDR വെരിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് ലീഡാണ് കിട്ടിയത്. ആ CDR വെരിഫിക്കേഷൻ പ്രകാരം നമ്മുടെ ടീം ഓൾറെഡി പുറത്ത് വീണ്ടും ഇന്നലെ ഓൾറെഡി തൃപ്പൂർ പോയിട്ട് വെരിഫൈ ചെയ്തു. പക്ഷേ ആ സ്ഥലത്തേക്ക് ഇയാൾ വന്നിട്ടില്ല. പല സ്ഥലത്തേക്ക് ടീം ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു പോയിട്ടുണ്ട്. ഞാൻ സ്ഥലം ഇപ്പോൾ പേര് പറയുന്നില്ല, കാരണം ഇഫ് ഹി ഈസ് ദെയർ ഹി വിൽ റൺ അവേ. സോ നമ്മുടെ ടീം ഓൾറെഡി പോകുന്നുണ്ട്. മറ്റ് കാര്യങ്ങൾ ഇൻട്രോഗേഷനിൻ്റെ കാര്യം ഇയാളുടെ ബ്രദർക്ക് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ഇൻട്രോഗേറ്റ് ചെയ്തിട്ട് നോക്കുന്നുണ്ട്. ഇഫ് സം ഇൻഫർമേഷൻ ക്യാൻ ബി കമ്മിങ് ഫ്രം ദാറ്റ്. സോ അത്ര കാര്യം ഞങ്ങൾ ഓൾറെഡി ഇതിൽ ചെയ്തിട്ടുണ്ട്. ബാക്കി കേസിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് ഓൾറെഡി ചെയ്തിട്ട് വരികയാണ്. 2 ഫോണല്ല, ഇപ്പോൾ ഒരു ഫോണിൽ കുറേ സിം കാർഡാണ് ഉപയോഗിച്ചത്. പിന്നെ ഇയാളുടെ സിം ഉപയോഗിച്ചിട്ട് മറ്റ് ഫോണുകളിൽ വെച്ചിട്ട് അത് സംസാരിച്ചിട്ടുണ്ട്. സോ അത് നമുക്ക് IMR വെരിഫിക്കേഷൻ ചെയ്തിട്ട് അങ്ങനെയാണ് മനസ്സിലായത്. സോ ആ എല്ലാം ഫോൺ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ എടുത്തിട്ട് അതിൻ്റെ പരിശോധന ചെയ്യുന്നുണ്ട്. ഈ പ്രതിയുടെ ബെയിൽ ആപ്ലിക്കേഷൻ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ നിൽക്കുന്നു. നേരത്തെ തന്നെ ഇയാൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, നടപടി പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല എന്നുള്ളൊരു അത് ഞങ്ങൾ കുറേ പ്രാവശ്യം അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ബെയിൽ ആപ്ലിക്കേഷൻ നേരത്തെ ഇയാൾക്ക് ബെയിൽ കിട്ടിയിരുന്നു. ആ ബെയിൽ സമയത്ത് നമ്മുടെ ഭാഗത്ത് തന്നെ നെന്മാറ പോലീസ് അതിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബെയിൽ ഒബ്ജെക്ഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്തിരുന്നു. പക്ഷേ അയാൾക്ക് 22 ആ സമയത്ത് ബെയിൽ കിട്ടി. പിന്നെ ഇയാൾ ഒരു ബെയിൽ കണ്ടീഷൻ റിലാക്സേഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു. ആ ബെയിൽ കണ്ടീഷൻ റിലാക്സ് ചെയ്യേണ്ട അതും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങൾ അപ്പോസ് ചെയ്തിരുന്നു. പക്ഷേ കോടതി അയാൾക്ക് അവകാശം കൊടുത്തു. റിലാക്സ് ചെയ്തിട്ട് ബെയിൽ കണ്ടീഷൻ റിലാക്സ് ചെയ്തിട്ട് കൊടുത്തു. ആദ്യമായിരുന്നു ഈ നെന്മാറ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ പ്രവേശിക്കാൻ പാടില്ല. പിന്നെ അത് റിലാക്സ് ചെയ്തിട്ട് നെന്മാറ പഞ്ചായത്ത് ഏരിയയിലേക്ക് പ്രവേശിച്ച് ചെയ്യാം.
പാടില്ല അതുവരെ ലിമിറ്റ് ചെയ്തു. പക്ഷേ ഇതിലെ പോലീസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത് അപ്പോസ് ചെയ്തിരുന്നു. കോടതിയാണ് അയാൾക്ക് ഈ അവകാശം കൊടുത്തത്. 29 ബെയിൽ വയലേറ്റ് ചെയ്തെന്ന് പോലീസിന് തന്നെ പ്രഥമ ദൃഷ്ടിയെ മനസ്സിലായതാണല്ലോ. അത് പോലീസ് വീട്ടിൽ ചെല്ലുന്ന ആ സമയത്ത് പ്രതി അവിടെ അത് ഞങ്ങൾ അതിന്റെ എന്തെങ്കിലും അതിലെ ഭാഗത്ത് തന്നെ പോലീസിന്റെ ചെറിയ എന്തെങ്കിലും വീഴ്ച ആണെങ്കിൽ ഞങ്ങൾ അത് ഞങ്ങൾ അന്വേഷിക്കാൻ പോകുന്നുണ്ട്. ആ പരാതി നൽകിയത് അതിന്റെ ഭാഗമായിട്ട് ഓൾറെഡി റിപ്പോർട്ട് ഞങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓൾറെഡി ഈ നിങ്ങൾ ചോദിച്ച കാര്യം ഓൾറെഡി ഒരു റിപ്പോർട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ആണ് അത് അന്വേഷണം ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വീഴ്ച എന്തെങ്കിലും ആണെങ്കിൽ അതിന്റെ പരിശോധന ചെയ്തിട്ട് ബന്ധപ്പെട്ട നടപടികൾ അതിൽ എടുക്കും. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് അതിന്റെ നടപടികൾ നമുക്ക് അന്വേഷിച്ചിട്ട് എടുക്കാൻ പോകും. അന്വേഷണം ചെയ്യാൻ വേണ്ടി അതിലെ സമയമെടുക്കും. റിപ്പോർട്ട് കൊടുത്തിട്ട് എന്താണ് സംഭവം ഉള്ളത് അതിന്റെ റിപ്പോർട്ട് ഞങ്ങൾ കൊടുക്കാം. ഇപ്പോൾ അത് കൊടുത്തിട്ട് ടൈം ഫ്രെയിം ഇന്ന റിപ്പോർട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അതിന്റെ ഏതായാലും അരുൺ, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. ഇയാൾ എവിടെ എന്നതിന് സംബന്ധിച്ച് ഒരു രൂപവും പോലീസിന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഭാഗത്തു നിന്ന് ഒരു നടപടികളിൽ കാര്യമായിട്ട് ഉള്ള ഡെവലപ്മെൻറ്റുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പോലീസ് ഇരട്ടിൽ തപ്പുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും പോലീസ് ഇപ്പോഴും പറയുന്നത്. ഈ മല കേന്ദ്രീകരിച്ച് തിരച്ചിൽ കൂടുതൽ നടത്തേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കുറേ ഭാഗങ്ങളിലൊക്കെ പരിശോധന നടത്തി, ഡ്രോൺ ഉപയോഗിച്ച് ഉൾപ്പെടെ പരിശോധന നടത്തി. പക്ഷേ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഉൾപ്പെടെ ഒന്നും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം നാളെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തിച്ച് അവിടെ പരിശോധന ഉണ്ടാവും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതേസമയം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായി ഇതിലൊരു വീഴ്ച ഉണ്ടായില്ലേ. ജാമ്യവ്യവസ്ഥ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കോടതി ജാമ്യം അനുവദിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് കടക്കരുതെന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് നെന്മാറ പഞ്ചായത്ത് പരിധിയിലേക്ക് കടക്കരുത് എന്ന് പറഞ്ഞു. എന്നിട്ടും ഈ പ്രതി ആ നെന്മാറയിൽ പോത്തുണ്ടിയിലുള്ള വീട്ടിലേക്ക് എത്തി. അത് പോലീസ് അറിഞ്ഞിട്ടും പോലീസ് അതിൽ നടപടി എടുക്കാതിരുന്നില്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും, അതിൽ നടപടിയെടുക്കും. ADGP റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നത്. ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൽ ഇതുവരെയും പ്രതിയെക്കുറിച്ച് കാര്യമായ ലീഡൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഈ നിമിഷം പറയേണ്ടത്. പോലീസിന് പ്രതിയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ്.